കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒരു വർഷത്തിനകം പൂർണ്ണമായി പ്രവർത്തനം തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾക്ക് എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും അതിനാവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ജില്ലയുടെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലയിലെ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളുടെ ജില്ലാ തല ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും അനിവാര്യമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അതാത് വകുപ്പുകളുടെ പ്രത്യേകം യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതുൾപ്പെടെ ആ മേഖലയിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ്. നഗരവികസനം മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിൽ വികസനം എത്താത്ത ഇടങ്ങളിലെ ഏറ്റവും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പ്രധാന പരിഗണന നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ഉയർന്നുവന്ന വിവിധ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പുറം കാഴ്ചകൾക്ക് ഉപരിയായി ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ പലതാണ്. മറ്റ് അതിർത്തി ജില്ലകളിൽ നിന്ന് കാസർഗോഡ് വ്യത്യസ്തമാണ്. ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ എല്ലാവരും ഒറ്റക്കെട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഒരൊറ്റ കാര്യത്തിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം. ഈ ഒരു വർഷം ഇന്ന് മുതൽ തുടങ്ങിയ ഒരു വർഷം കൊണ്ട് മെഡിക്കൽ കോളേജ് അവിടെ സ്റ്റാർട്ടാവണം. ഇപ്പോൾ ഉള്ളതുപോലെ അല്ല, തുടങ്ങുക തന്നെ വേണം. അതിന് ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രാഥമികമായിട്ട് അതിൽ ഒരു നിശ്ചയം ഈ യോഗത്തിന്റെ ഒരു തീരുമാനം പോലെ നമ്മൾ എടുക്കണം. ഞാൻ എന്താണോ ഇതിന് ചെയ്തു തരേണ്ടത്, അല്ലെങ്കിൽ ഒരു ചുമതലയുള്ള മന്ത്രി അല്ലെങ്കിൽ MLA-മാരോടും എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങളോടടക്കം ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യേണ്ടത് അത് 100% അതിന്റെ പിറകെ തിരുവനന്തപുരത്ത് അതിനു വേണ്ടി നിങ്ങൾ അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. നിങ്ങളെന്നെ അറിയിച്ചാൽ അവിടുത്തെ എന്ത് തരം കാര്യങ്ങളാണ് നീക്കേണ്ടത്, ഇവിടുത്തെ വർക്കുകൾ നടത്തേണ്ടത് നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട MLA-മാരെല്ലാവരും ഉണ്ട്. നമുക്കതൊരു ടാർഗറ്റ് ചെയ്തിട്ട് പ്രാഥമികമായിട്ട് തുടങ്ങുക തന്നെ വേണം. അതിന് ഒരു കോംപ്രമൈസ് ഇല്ലാതെ ആ വിഷയത്തിൽ പോകണം. ഹെൽത്ത് പേയ്മെന്റിന്റെ വിഷയമുണ്ട്. പിന്നെ കാസർഗോഡ് വന്നിറങ്ങുമ്പോൾ ഞാൻ നേരത്തെ വാങ്ങിച്ച കാര്യമില്ല, ഇവിടെ വന്നിറങ്ങിയാൽ തന്നെ പിന്നെ വേറെ ഏതൊരു സിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു പിന്നെ അല്ലെങ്കിൽ ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ ഒരു ഭയങ്കര നല്ല പറയുന്നത് കാണാൻ തന്നെ. അതാണ് ഇവിടെ ഒരാളെ ട്രാൻസ്ഫർ ചെയ്ത് വരുമ്പോൾ തന്നെ അയാൾ വരുമ്പോൾ തന്നെ ഡെസ്പാവുകയാണ്. വന്നിറങ്ങുമ്പോൾ ഒരു സിറ്റിയുടെ സൗന്ദര്യം, അതിൻ്റെ ഒരു ചുറ്റുപാട്, അതിൻ്റെ ഒരു പരിസരം, അതൊക്കെ നമ്മളെ പിന്നെ ഒരു ആവേശഭരിതാക്കുകയോ ഇത്തിരി സന്തോഷം ഉണ്ടാക്കുകയോ ചെയ്യാം. ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഉണക്കാണ്. ഞാൻ എത്ര കാലം ഇവിടെ വരുന്നത് എനിക്കറിയാലോ. നമുക്കൊന്ന് മൊത്തം ഇതിന്റെ ഒരു ചിത്രം ഒന്ന് മാറ്റിയെടുക്കാന്ന് പറഞ്ഞതാണ്. കുറെയൊക്കെ നമ്മളുടെ കാഴ്ചകളാണ് നമ്മളെ പലപ്പോഴും നമ്മളെ പോസിറ്റീവ് ആക്കുക. പിന്നെയുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പറയുന്നത് അതുണ്ടാക്കും. നമുക്കത് എല്ലാവരോടും മെനക്കെട്ടുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സ്ഥലം മുതൽ തന്നെ കാസർഗോഡിനെ മനോഹരമാക്കി എടുക്കാവുന്ന ടൂറിസം ആയിരുന്നു. ഞാൻ പിന്നെ LSDക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരു അതിന്റെ മാത്രം അതിനകത്ത് സാധിക്കും. ഞാൻ നേരത്തെ പിന്നെ വാങ്ങിച്ചോട് അതിനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ഒരു പൊതുവിലൊരു മാറ്റം കാസർഗോഡില് പിന്നെ ഒരു മാറ്റം എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് കാര്യമായിട്ട് നമ്മൾ നടത്തേണ്ടത്. നേരത്തെ ചെയ്യുന്ന വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും ഏറ്റവും അനിവാര്യമായിട്ട് നമുക്ക് ടൂറിസം ഇതിനകത്ത് ഒരു വലിയ പ്രശ്നമാണ്. ടൂറിസ്റ്റ് മേഖലയിൽ വലിയ സാധ്യതകളുള്ള നമ്മളുടെ പിന്നെ നിരവധി മനോഹരമായ ബീച്ചുകളുള്ള നമ്മളുടെ ഒരു ഏരിയയാണ് ഇവിടെ. A.K.M. അഷ്റഫ് MLA, കല്ലട്ര മാഹിൻ ഹാജി MLA, K. നീലകണ്ഠൻ MLA, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി, ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ അരുൺകുമാർ, സൂപ്രണ്ട്, ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.